ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഫസ്റ്റ് മിനിമം നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള 2 എക്സാമ്പിൾസ് നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി മിനിമം നെറ്റ് ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഷോൺ ഇൻ ഫിഗർ 16 mm dia bolt ആൻഡ് 210 by 8 mm പ്ലേറ്റ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നിട്ടുണ്ട്, ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഏതാണെന്ന് നോക്കുക. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ സെക്ഷനിൽ ക്രിട്ടിക്കൽ ഫെയിലിയർ പാത്ത് വരുന്നത് എപ്പോഴും മിനിമം നെറ്റ് ഏരിയ ഉള്ള സെക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ മിനിമം ഏരിയ വരുന്നത് ഏത് സെക്ഷനിലാണെന്ന് എടുക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ ഇപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് ഇങ്ങനെയാണ് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമലായിട്ടും എടുക്കാം ഉള്ളൊരു ആക്സിസിൽ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ എടുക്കാം, സ്റ്റാഗറിങ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ഫെയിലിയർ പാത്ത് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ ഇപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ഒരു 3 അറേഞ്ച്മെൻറ്റ്സും, ഓക്കെ, ഈ 3 അറേഞ്ച്മെൻറ്റ് നോക്കിയാലും ഇത് 3ലും സ്ട്രെയിറ്റ് ആണ്, അതുപോലെ തന്നെ 4 ബോൾട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഏത് സെക്ഷനായി ഇവിടെ എടുത്താലും അതിലെല്ലാം ഒരേ നെറ്റ് ഏരിയ ആയിരിക്കും. ഓക്കെ, നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ നെറ്റ് ഏരിയ എന്ന് പറയാൻ നേരത്ത് ഇവിടം വരെയുള്ള ഏരിയ, ഓക്കെ, ഈ ഒരു സെക്ഷൻ്റെ ഏരിയ മൈനസ്, അതായത് ഓവറോൾ ഏരിയ മൈനസ് ഈ 4 ബോൾട്ടിൻ്റെയും ഡയയും കൂടെ മൈനസ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും നെറ്റ് ഏരിയ. അപ്പോൾ ഇതിൽ ഈ 3 കേസിലും സെയിം തന്നെയായിരിക്കും. ക്രിട്ടിക്കൽ സെക്ഷൻ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്താലും ഇങ്ങനെ എടുത്താലും ഇങ്ങനെ എടുത്താലും ഈ 3ലും നെറ്റ് ഏരിയ മിനിമം ആയിരിക്കും, ഒരേ സെയിം വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നെറ്റ് ഏരിയ എങ്ങനെ വരുമെന്ന് നോക്കാം. ദറ്റ് ഈസ് നെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു B മൈനസ് NDH ഇൻറ്റു T. ഓക്കെ, ഇപ്പോൾ B എന്ന് വെച്ചാൽ 210, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 210, ആൻഡ് നമ്പർ ഓഫ് ബോൾട്ട് 4 ബോൾട്ടാണുള്ളത്, 4 × 18, അതായത് M16 ഡയ ബോൾട്ടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡയമീറ്റർ 16 ആണെങ്കിൽ അതിൻ്റെ കൂടെ ക്ലിയറൻസ് കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് 18 mm ആണ് ഹോളിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ഹോൾ 18 ആൻഡ് തിക്നെസ് 8, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ 4 ബോൾട്ട്, അപ്പോൾ ഇത് തന്നെ ആയിരിക്കും മിനിമം നെറ്റ് ഏരിയയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം, കാരണം നമ്മൾ സ്റ്റാഗറിങ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലും മിനിമം ആയിട്ടുള്ളൊരു വാല്യൂ, ഏരിയയ്ക്ക് ഇതിലും മിനിമം ആയിട്ട് ഉള്ളൊരു വാല്യൂ കിട്ടുമോ എന്ന്. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 1104 mm² ആണ്. അപ്പോൾ ഇതിലും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, മിനിമം ഏരിയ കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട്, ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ നമ്പർ ഓഫ് ബോൾട്ട് 4 ആൻഡ് നമുക്ക് മിനിമം ഏരിയയും കിട്ടി. ഓക്കെ, നമ്മളിങ്ങനെ സ്റ്റാഗർ ചെയ്താണ് ഈ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്റ്റാഗർ ചെയ്താണ് എടുത്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണ് സെക്ഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഇവിടെയും ബോൾട്ടിൻ്റെ നമ്പർ 4 തന്നെയാണ്. ഓക്കെ, അതേപോലെ ഒരു സ്റ്റാഗറിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ബോൾട്ട് 4ഉം അതുപോലെ ഒരു സ്റ്റാഗറും. അപ്പോൾ സ്റ്റാഗർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാഗർ ചെയ്യുന്ന പോർഷനിൽ സ്ട്രെങ്ത്തിനൊരു ഇൻക്രീസ് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ഷൻ ക്രിട്ടിക്കൽ ആയിരിക്കില്ല. അതായത് സ്ട്രെങ്ത്തിന് ഇൻക്രീസ് ഉണ്ടെങ്കിൽ അതിലും വെൻ കമ്പയർഡ് ടു ദിസ്, ഇതിനേക്കാളും ഇപ്പോൾ സ്ട്രെങ്ത് കൂടുതൽ ഈ ഒരു പോർഷന്, ഈ ഒരു സെക്ഷനിൽ കൂടെ എടുക്കുമ്പോഴായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ സ്ട്രെങ്ത് ഇതിന് കൂടുതലായതുകൊണ്ട് ഇതായിരിക്കും ക്രിട്ടിക്കലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രിട്ടിക്കൽ ഇതായിരിക്കും. ക്ലിയർ? കാരണം ഇപ്പോൾ ബോൾട്ട്, കാരണം സെയിം നമ്പർ ഓഫ് ബോൾട്ടാണ്, അതിൻ്റെ കൂടെ സ്റ്റാഗറിങ്ങും ഉണ്ട്. സോ സ്ട്രെങ്ത് വിൽ ബി മോർ ഫോർ B ആൻഡ് ദെർഫോർ ദ ക്രിട്ടിക്കൽ ഫെയിലിയർ പാത്ത് വിൽ ബി A itself. ഓക്കെ, ഇനി വേറെ രീതിയിൽ ഇപ്പം നിങ്ങൾ ചോദിച്ചിരുന്ന ഡൗട്ട്സ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ എടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ടെൻഷനാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ടെൻസൈൽ ഫെയിലിയർ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് 2 സൈഡിലും അപ്ലൈ ചെയ്യുന്നത് ടെൻസൈൽ ഫെയിലിയർ ഈ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടോ ഒക്കെ ഒരു വേർട്ടിക്കൽ
ഡയറക്ഷനിലേക്കായിരിക്കും ഇതിന് നോർമലായിട്ടുള്ളൊരു ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഗർ ചെയ്തൊരു ഡയറക്ഷനിലേ ആയിരിക്കും ടെൻഷൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് റോങ് ആയിട്ട് ഇങ്ങനെ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ ദാറ്റ് ഈസ് റോങ്. അഗെയിൻ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്ന് വേറെ ഒരു, അതായത് ഇങ്ങനെ സ്റ്റാഗർ തന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കാൻ നേരത്തും ഇവിടെയും 1 2 3 4 ബോൾട്ട് തന്നെയാണ്, 2 സ്റ്റാഗറും ഉണ്ട്. അപ്പോൾ ബോൾട്ടിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ഏരിയ കുറയും, അതുപോലെ സ്റ്റാഗറിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത്തും ഗെയിൻ ചെയ്യും. ഓക്കെ, സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ ആ സ്ട്രെങ്ത് ഉള്ളൊരു സെക്ഷൻ നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷനായിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ എല്ലാ പോസിബിൾ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ആയിട്ടുള്ള എല്ലാ പോസിബിൾ ക്രിട്ടിക്കൽ പാത്തും ഓക്കെ പോസിബിൾ ഫെയിലിയർ പാത്സും ഇപ്പോൾ കാണിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഫൈനലി ഈ ഒരു പാത്ത് തന്നെയായിരിക്കും ഏറ്റവും ക്രിട്ടിക്കലായിട്ട് വരുന്നത്. ഓക്കെ, അതായത് മിനിമം ഏരിയ കിട്ടുന്നത് ഈ ഒരു പാത്തിന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഒരെണ്ണം ചെയ്യണം എന്നില്ല. ഓക്കെ, അത് ടൈം വേസ്റ്റേജ് ആയിരിക്കും. കാരണം നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രമാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ മാക്സിമം നമുക്കത് കാൽക്കുലേഷൻ കുറക്കുന്ന രീതിയിൽ അപ്പോൾ ആ ഒരു ലോജിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലും നെറ്റ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മിനിമം നെറ്റ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കേസിലും നമുക്ക് ഡിഫറെൻറ്റ് പാത്ത് ഫോളോ ചെയ്യാം. ഓക്കെ, സോ ആദ്യം തന്നെ ഫോളോ ചെയ്യാൻ ഇപ്പോൾ ഇതൊന്നും ഒരു സ്റ്റാഗറിങ്ങും പോസിബിളായിട്ടുള്ള സ്റ്റാഗറിങ് പാത്തും കിട്ടുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3 രീതിയിൽ എടുക്കാം. അതായത് നമ്മൾ വെർട്ടിക്കലായിട്ടാണ് നോർമലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നോർമൽ ഫെയിലിയർ പാത്താണെങ്കിൽ ഈ 3 രീതിയിൽ എടുക്കാം. പക്ഷേ നമുക്കറിയാം നമുക്ക് ഇത് രണ്ടും ഈ 2ഉം 3ഉം നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ഇതിലാണ് 3 ബോൾട്ട് ഉള്ളത്, അപ്പോൾ ബോൾട്ട് ഹോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ബോൾട്ട് ഹോൾ ഉള്ളതായിരിക്കും, ഹോൾ നമ്പർ കൂടുതലുള്ളതായിരിക്കും എന്തായാലും ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആയിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ വെൻ കമ്പയർഡ് ടു ദിസ് 2 അല്ലേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ 2ഉം 3ഉം ആ ഒരു ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇതിൻ്റെ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ നെറ്റ് ഏരിയ വിൽ ബി 160. വിഡ്ത്ത് തന്നിട്ടുണ്ട് 160 മൈനസ് നമ്പർ ഓഫ് ബോൾട്ട്. അപ്പോൾ ഈ സെക്ഷൻ 1-1 കൂടെ 3 ബോൾട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, 3 ഹോളുണ്ട്. സോ നമ്പർ ഓഫ് ഹോൾ 3 ആൻഡ് ഡയമീറ്റർ ഓഫ് ഹോൾ ഇവിടെയും 18 mm 16 mm ബോൾട്ടാണ്. സോ 18 mm ആയിരിക്കും ഡയമീറ്റർ ഓഫ് ഹോൾ ഇൻറ്റു 8. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് 848 mm². അഗെയിൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 2ഉം 3ഉം കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് നമ്പർ ഓഫ് ബോൾട്ട് 2ഉം 1ഉം ബോൾട്ട് ഹോൾസ് 2 and 1 ആണ്. ഓക്കെ, ബോൾട്ട് ഹോൾസ് 2 and 1 ആണ്. അതുകൊണ്ട് അത് മിനിമം നെറ്റ് ഏരിയ നമുക്ക് കിട്ടില്ല അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അഗെയിൻ അടുത്ത പോസിബിൾ പാത്ത് ഏതാണെന്ന് നോക്കുക. സോ ഇനിയുള്ളതെന്ന് വെച്ചാൽ സ്റ്റാഗർ ചെയ്തിട്ടുള്ള പാത്ത് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, വി ക്യാൻ കൺസിഡർ ഇറ്റ് ലൈക്ക് ദിസ്. അഗെയിൻ ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇപ്പം 3 ബോൾട്ട് ഹോൾ. ഓക്കെ, 3 ബോൾട്ട് ഹോളും ഒരു സ്റ്റാഗറും. അപ്പോൾ എന്തായാലും അത് ഇതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലേ ആയിരിക്കുള്ളൂ ഈ ഒരു പാത്തിന്. ഓക്കെ, 1 2 3ക്ക് എന്തായാലും ഈ 1-1-1നേക്കാളും സ്ട്രെങ്ത് കൂടുതലായിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റാഗർ ചെയ്ത പാത്ത് ഈ ഒരു പാത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതും നമുക്ക് ഇഗ്നോർ ചെയ്തേക്കാം. അതുപോലെ ഇങ്ങനെ ഒരു പാത്ത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഓൾസോ ക്യാൻ ബി ഇഗ്നോർഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക 4 ബോൾട്ട്. നമുക്ക് 4 ബോൾട്ട് അല്ലെങ്കിൽ 5 ബോൾട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ 4 ബോൾട്ട് കിട്ടും. ഓക്കെ, സോ 4 ബോൾട്ട് ഉള്ളത് കൊണ്ട് അപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ എടുത്തത് കേസിൽ 3 ബോൾട്ടായിരുന്നു. അപ്പോൾ ഇത് 4 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് മിനിമം ആകാൻ ചാൻസ് ഉണ്ട് അല്ലേ, ഏരിയ മിനിമം ആകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അത് നോക്കാം. അപ്പോൾ 4 ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ 2 സ്റ്റാഗറും ഉണ്ട്. ഓക്കെ, ഇവിടെ 2 സ്റ്റാഗറും വരുന്നുണ്ട്. ഇതൊന്ന്, ഇത് 2. അപ്പോൾ ഈ 2 സ്റ്റാഗറിൻ്റെ കറക്ഷൻ കൂടെ സ്റ്റാഗേർഡ് ലെങ്തിൻ്റെ കറക്ഷൻ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ അതെങ്ങനെ വരും? സോ ഇവിടെ പാത്ത് 1 2 2 1-ൽ 4 ബോൾട്ട് 2 സ്റ്റാഗേഴ്സ് ആൻഡ് 2 സ്റ്റാഗറിൻ്റെ കറക്ഷൻ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ 4 ബോൾട്ടാണ്. സോ 4 × 18 then 40²
25. ഓക്കെ, പി എസ് എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് പിച്ച്. ഇപ്പോൾ സ്റ്റാഗേർഡ് പിച്ചും ഗേജും, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റാഗർ. ഓക്കെ, ഇത് 2 ബോൾട്ട് ഹോൾ, ഇങ്ങനെയാണ് സ്റ്റാഗർ എങ്കിൽ സ്റ്റാഗേർഡ് പിച്ച് എന്ന് വെച്ചാൽ ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇതാണ് സ്റ്റാഗേർഡ് പിച്ച്. ആൻഡ് ഗേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഈ സ്റ്റാഗറിൻ്റെ. ഓക്കെ, ആൻഡ് അത് രണ്ടും തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. യു ക്യാൻ സി ഹിയർ 25 ആണ് ഗേജ് ആൻഡ് 40 ആണ് പിച്ച്. ഓക്കെ, സോ ആ ഒരു പാത്ത് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് 960 കിട്ടി, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 848. അതുകൊണ്ട് ഇതായിരിക്കില്ല ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, അഗെയിൻ നമ്മൾ അടുത്തതും കൂടെ പോസിബിൾ ആയിട്ടുള്ള അടുത്തതും കൂടെ നോക്കാം. സോ ഈ ഒരു പാത്ത്, നെക്സ്റ്റ് ഞാൻ ഈ ഒരു പാത്താണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാത്ത് കൺസിഡർ ചെയ്യാൻ നേരത്തെ ഇവിടെ നമുക്ക് എത്ര സ്റ്റാഗറിങ് ഉണ്ടെന്ന് നോക്കാം. സോ ഈ ഒരു കേസിൽ 1 2 3 4 5 ബോൾട്ടും 1 2 3 4 4 സ്റ്റാഗറിങ്ങുമാണ് ഉള്ളത്. ഓക്കെ, സോ 5 ബോൾട്ട് ആൻഡ് 4 സ്റ്റാഗേഴ്സ്. സോ ഈ ഒരു കേസിൽ നെറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു ഈ 5 ബോൾട്ട്, സോറി ഇവിടെ 5 ആണ് വരുന്നത്. ഓക്കെ, 5 ബോൾട്ട് ആൻഡ് 4 സ്റ്റാഗേഴ്സും വരും. ഓക്കെ, സോ ഇൻറ്റു 8, സോ ദാറ്റ് വിൽ ഗീവ് us 1072. സോ അത് നമ്മുടെ ഫസ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷനേക്കാൾ ആണ് ഏറ്റവും ഇതിൽ മിനിമം. സോ വി ക്യാൻ ടേക്ക് ദിസ് ആസ് ദി മിനിമം ഏരിയ. ഓക്കെ, അതായത് ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള 1 പോർഷൻ നമുക്ക് മിനിമം ആയിട്ട് എടുക്കാം. സോ ദാറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ഫെയിലിയർ പാത്ത്. So moving over to the questions, determine the design tensile strength of the plate 130 mm by 12 mm with hole 16 mm dia bolt as shown in figure. Fe410 steel is used. Okay, so figure തന്നിട്ടുണ്ട്, 4 ബോൾട്ട് ആണ് ആൻഡ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഓക്കെ, പിച്ച് ആൻഡ് ഗേജ് ലെങ്ത് തന്നിട്ടുണ്ട്. So first step, write all the given data. Width is 130, thickness 12, diameter M 16 ബോൾട്ട് ആണ്. സോ 16 + 2 ക്ലിയറൻസ് 2 വരും. ഓക്കെ, ആ ക്ലിയറൻസ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്ന്? ടേബിൾ 19 പേജ് 73 വി ഗെറ്റ് ദ ക്ലിയറൻസ് ആസ് 2 for 16 mm ഡയ ബോൾട്ട്. അതുകൊണ്ട് തന്നെ ഡയമീറ്റർ ഓഫ് ഹോൾ 18 mm എന്ന് കിട്ടും. ആൻഡ് Fe410 ആയതുകൊണ്ട് Fu ആൻഡ് Fy are 410 and 250 Nm/mm² റെസ്പെക്റ്റീവ്ലി. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ട്രെങ്ത്, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ഈൽഡിങ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ക്ലോസ് 6.2 പേജ് 32. ഓക്കെ, AG ഇൻറ്റു FY ബൈ ഗാമ M0. സോ ഇതിൽ AG എന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയ ഓഫ് ദി പ്ലേറ്റ്, പ്ലേറ്റിൻ്റെ ഗ്രോസ് ഏരിയ ആണ്. പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ആൻഡ് തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ 130/12. Okay, so area is 130/12 gross area. Okay, gross എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓവറോൾ ഏരിയ. ആൻഡ് നെറ്റ് എന്ന് വെച്ചാൽ ആ നമ്മൾ ഹോൾ ഡയമീറ്ററും കൂടെ മൈനസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് നെറ്റ് ഏരിയ. ഓക്കെ, സോ ഇവിടെ ഗ്രോസ് ഏരിയ ആണ്. ആൻഡ് അഗെയിൻ Fy is equal to 250 and gamma M0 is equal to 1.1 ടേബിൾ 5 നിന്ന് കിട്ടും. ഓക്കെ, സോ TDGയുടെ വാല്യൂ കിട്ടി. അഗെയിൻ നെക്സ്റ്റ് ഇസ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. ഇപ്പോൾ റപ്ചറിന് 2 കേസസ് ഉണ്ട്, ഒന്ന് പ്ലേറ്റ്, വേറൊന്ന് ആംഗിൾസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്ലേറ്റ് ആണ്. ഓക്കെ, പ്ലേറ്റിൻ്റെ തിക്നെസ് 130/12 mm. സോ ഇറ്റ് ഇസ് എ പ്ലേറ്റ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയിട്ട്, ഓക്കെ, ക്ലോസ് 6.3 പേജ് 32 to 33 പ്ലേറ്റ്സിൻ്റെ ഇക്വേഷൻ TDN is equal to 0.9 ANFU by gamma M1. ഇതിൽ AN എന്ന് വെച്ചാൽ നെറ്റ് ഏരിയ ആണ്. നെറ്റ് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയും കോഡിൽ തരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് B minus N DH plus summation of staggered pitch square by 4 gauge. Okay, into whole complete into thickness. ഇപ്പോൾ ഇവിടെ പ്ലേറ്റ് ആണ്, സ്റ്റാഗറിങ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റാഗറിങ്ങിൻ്റെ പാർട്ട്, ഓക്കെ, സ്റ്റാഗേർഡ് പിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു ടേക്ക് ഓൺലി B minus N DH into T. വിഡ്ത്ത് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഹോൾസ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഹോൾസ് നമുക്കപ്പോൾ നെറ്റ് ഏരിയ എങ്ങനെ എടുക്കാൻ പറ്റും? ഇവിടെ സ്റ്റാഗറിങ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, വി ക്യാൻ കൺസിഡർ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുക.
അപ്പോൾ 2 ഹോളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ ബി മൈനസ് നമ്പർ ഓഫ് ഹോൾസ് 2 എണ്ണം 2 ഇൻറ്റു DH. ഹോളിൻ്റെ ഡയമീറ്റർ 18 mm. ഓക്കെ, 2 ഇൻറ്റു 18. ഇതിൻ്റെ കൂടെ തിക്നെസ് തന്നിട്ടുണ്ട് 12 mm. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് വി ഗെറ്റ് ദി വാല്യൂ ഫോർ AN. അഗെയിൻ FU അറിയാം, ഗാമ M1 എന്താണെന്ന് അറിയാം. ഓക്കെ, സോ ഗാമ M1 നമുക്ക് ടേബിൾ 5 നിന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് TDN കാൽക്കുലേറ്റ് ചെയ്യുക. അഗെയിൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 3, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. ബ്ലോക്ക് ഷിയറിൻ്റെ ഇക്വേഷൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷൻസിൽ നിങ്ങൾക്ക് പേജ് 33 2 ഇക്വേഷനുണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ മിനിമം ഏതാണോ കിട്ടുന്നത് അതാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ നമുക്കറിയാം AVG ATN. ഓക്കെ, അതുപോലെ തന്നെ ഷിയറിൻ്റെ പാർട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് സീ ദാറ്റ് പാർട്ട്. ഷിയർ ആൻഡ് ടെൻഷൻ്റെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ AVG, V എന്ന് വെച്ചാൽ ഷിയറിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് V. ഓക്കെ, സോ AVG ആൻഡ് AVN. G എന്ന് വെച്ചാൽ ഗ്രോസ് ഏരിയ ആൻഡ് N എന്ന് പറയുമ്പോൾ നെറ്റ് ഏരിയ. സോ മിനിമം ഗ്രോസ് ഏരിയ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇത്, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കോഡിൽ പേജ് 34 ഓക്കെ ഫിഗർ 7A പ്ലേറ്റിൻ്റെതാണ് തന്നിരിക്കുന്നത്. സോ 7Aയിൽ നിങ്ങൾക്ക് കാണാം ഷിയർ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനും ടെൻഷൻ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ ഷിയർ ഈ ഒരു സെക്ഷനാണ് എടുക്കേണ്ടത്. അതുപോലെ ടെൻഷൻ ആണെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദിസ് പാർട്ട്. ഓക്കെ, സോ ആ ഒരു വിഡ്ത്തും അതിൻ്റെ കൂടെ തിക്നെസ്സും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. സോ ഏരിയ ഈസ് ഈക്വൽ ടു ഓക്കെ AVG എന്ന് വെച്ചാൽ മിനിമം ഷിയർ, നെറ്റ് ഏരിയ ഇൻ ഷിയർ ആണ്. സോ ഷിയറിലെ മിനിമം നെറ്റ് ഏരിയ ആൻഡ് ഗ്രോസ് ഏരിയ. സോ ദിസ് ഇസ് ഗ്രോസ് ആൻഡ് ദിസ് ഇസ് നെറ്റ്. ഓക്കെ, ഗ്രോസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 35 and 60 എന്ന്. സോ 35 + 60. ഓക്കെ, 35 + 60. അപ്പോൾ ഇത് എത്ര വരും? 35, ഇത് 60. 35 + 60. അതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ഓക്കെ, സോ ഇൻറ്റു 2. സോ 35 + 60 35 + 60 ഇൻറ്റു 2. അഗെയിൻ അതിൻ്റെ തിക്നെസ് എത്രയാണ്? 12. ഓക്കെ, 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് ദ ഗ്രോസ് ആവറേജ് ദ ഗ്രോസ് ഏരിയ കിട്ടും. അഗെയിൻ മിനിമം നെറ്റ് ഏരിയ ഇൻ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ മിനിമം നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഈ ഹോളിൻ്റെ പാർട്ട് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഷിയർ എന്ന് വെച്ചാൽ ഈ എൻഡ് തുടങ്ങി ഈ ഹോളിൻ്റെ സെൻറ്റർ വരെയുള്ള പോർഷനാണ് ഷിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഹോൾ മൈനസ് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇവിടെ കംപ്ലീറ്റ് ഒരു ഹോൾ വരും, ഹോളിൻ്റെ ഡയമീറ്റർ വരും. പക്ഷേ ഈ ഒരു പോർഷനിൽ D/2 മൈനസ് ചെയ്താൽ മതിയാവും. ഓക്കെ, DH/2 മൈനസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഡയമീറ്റർ, ഇവിടെ ഒരു ഹാഫ് ഡയമീറ്റർ, ദാറ്റ് ഈസ് ടോട്ടലി 1 + ഹാഫ് ഡയമീറ്റർ മൈനസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് 1.5 ആണ് മൈനസ് ചെയ്യേണ്ടത്. 1.5 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ഹോൾ മൈനസ് ചെയ്യുക. അഗെയിൻ ദാറ്റ് ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഇൻറ്റു തിക്നെസ് T. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മിനിമം നെറ്റ് ഏരിയ ആൻഡ് മിനിമം ഗ്രോസ് ഏരിയ ഇൻ ഷിയർ കിട്ടും. സിമിലർലി നമ്മൾ ടെൻഷനിലെ മിനിമം നെറ്റ് ഏരിയ ആൻഡ് മിനിമം ഗ്രോസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനാണ്. സോ വി ആർ ടേക്കിംഗ് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഈ ഒരു സെൻറ്റർ പോയിന്റ് വരെയാണ് ടെൻഷനിൽ എടുക്കുന്നത്. ഓക്കെ, സോ മിനിമം ഗ്രോസ് ഏരിയ എന്ന് പറയാൻ നേരത്തെ കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എത്രയാണ്? ആ ഒരു ലെങ്ത്താണ് നമ്മൾ എടുക്കേണ്ടത്. സോ ദാറ്റ് ഇസ് 60. അപ്പോൾ 60 ആണ് എടുക്കേണ്ടത്. സോ 60 ഇൻറ്റു തിക്നെസ് 12. അപ്പോൾ ഗ്രോസ് ഏരിയ കിട്ടും. ഇനി ടെൻഷൻ്റെ മിനിമം നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഡയമീറ്റർ മൈനസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എത്ര ഡയമീറ്റർ പോർഷൻ വരുന്നുണ്ട്? ഇവിടെ ഒരു ഹാഫും ഇവിടെ ഒരു ഹാഫും. ഓക്കെ, സോ ഹാഫ് ഡയമീറ്റർ പ്ലസ് ഹാഫ് ഡയമീറ്റർ നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് 1 ഹോൾ ഡയമീറ്റർ. ഓക്കെ, ഒരു ഹോൾ ഡയമീറ്റർ മൈനസ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി മിനിമം നെറ്റ് ഏരിയ. ഈ ഒരു വിഡ്ത്ത് കിട്ടും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? തിക്നെസ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, so we get the minimum net area in tension and minimum gross area in tension.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 2 ഇക്വേഷൻ ഉണ്ട്, ഈ 2 ഇക്വേഷനിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു ഗെറ്റ് 2 വാല്യൂസ്. അതിൽ മിനിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇതാണ്. സോ ഇതെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ TDG, TDN ആൻഡ് TDB ഈ 3 വാല്യൂസും കിട്ടി. ഈ 3 വാല്യൂസിലെ മിനിമം വാല്യൂ ആയിരിക്കും ഡിസൈൻ സ്ട്രെങ്ത്. ഓക്കെ, സോ ഡിസൈൻ സ്ട്രെങ്ത് വിൽ ബി ദ ലോവസ്റ്റ് ഓഫ് TDG, TDN ആൻഡ് TDB. ഓക്കെ, സോ പ്ലേറ്റിൻ്റെ കേസിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കോഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഏരിയ, നെറ്റ് ഏരിയ, ഗ്രോസ് ഏരിയ, അത് ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, മൈനസ് ചെയ്യേണ്ടത് ആ ഡയമീറ്റർ ഹോളൊക്കെ കറക്റ്റായിട്ട് മൈനസ് ചെയ്യുക, എന്നാലേ നെറ്റ് ഏരിയ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ എത്ര ഷിയറിനാണെങ്കിൽ എത്ര ആ പ്ലെയിൻ ഉണ്ട് അതും നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സിംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു IS ആംഗിൾ സെക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്തത് പ്ലേറ്റ് ആണ്. ദിസ് ഇസ് ആംഗിൾ. സോ ഇതിൽ ഡിഫറൻസ് വരാൻ പോകുന്നത് നമ്മൾ ഷിയർ പ്ലെയിൻ എടുക്കുന്നതും, ഓക്കെ, ആ ഷിയർ ആൻഡ് ടെൻഷൻ എടുക്കുന്നതും, അതുപോലെ തന്നെ സെക്കൻഡ് റപ്ചറിൽ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ്. സോ ലെറ്റ്സ് സീ ദാറ്റ്. സിംഗിൾ അൺഈക്വൽ ആംഗിൾ. ഓക്കെ, അൺഈക്വൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 90/60/6. ഓക്കെ, അതായത് ലെഗ് രണ്ടും ഡിഫറെൻറ്റ് വിഡ്ത്താണ്. ലെഗിൻ്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. 90, ഒരെണ്ണം 90, ഒരെണ്ണം 60. ഓക്കെ, നിങ്ങൾക്കറിയാം ഇങ്ങനെയായിരിക്കും ഒരു IS ആംഗിൾ. അപ്പോൾ ഇത് 60, ഓക്കെ, ദിസ് ഇസ് 60 ആൻഡ് ദിസ് ഇസ് 90. അതാണ് അൺഈക്വൽ ആംഗിൾ. ഓക്കെ, ആൻഡ് തിക്നെസ് പറയുന്നുണ്ട്, ദറ്റ് ഈസ് 6. ക്ലിയർ? Is connected to a 10 mm gusset plate at the ends with 5 numbers of 16 mm bolt to transfer tension. Determine the tensile strength of the angle. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 2 സബ് പാർട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് 1 ആയിരിക്കും ഈ ക്ലാസ്സിൽ, ഓക്കെ, ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. സെക്കൻഡ് 1 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഗസറ്റ് പ്ലേറ്റ് ഇസ് കണക്റ്റഡ് ടു 90 mm ലെഗ്. ഇപ്പോൾ 2 പോർഷൻ ഉണ്ട്. ഓക്കെ, 60 ആൻഡ് 90. അപ്പോൾ ഗസറ്റ് പ്ലേറ്റ്, സോ ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ആസ് ദി ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, ഗസറ്റ് പ്ലേറ്റ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഗസറ്റ് പ്ലേറ്റ് ബോൾട്ട് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ 90 mm ലെഗിലാണെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ സ്ട്രെങ്ത് എന്താണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഗിവൺ ഗേജ് ലെങ്ത്, ഗേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഗേജ് ഡിസ്റ്റൻസ് 2 കേസിലുള്ള ഗേജ് ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്, അത് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എൻഡ് ഡിസ്റ്റൻസസ് 30 mm. സോ ഗിവൺ ഡേറ്റയൊക്കെ എഴുതുക. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ FE410 പ്ലേറ്റ് ഒന്നും തന്നിട്ടില്ല. സോ യു ക്യാൻ അസ്യൂം ദാറ്റ് ഈസ് FE410 പ്ലേറ്റ്. ഓക്കെ, ദെൻ M16 mm ഡയമീറ്റർ ബോൾട്ടാണെന്ന് പറയുന്നുണ്ട്. സോ M16ൻ്റെ ബോൾട്ടാണ്. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ ഓഫ് ഹോൾ എന്ന് പറയുമ്പോൾ 18 mm വരും. സോ ഫസ്റ്റ് കേസ്, ലെറ്റ് us see that first case. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് 90 mm ലെഗിലാണ് ഗസറ്റ് പ്ലേറ്റ് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, കണക്ട് ചെയ്തിരിക്കുന്നത് ലൈക്ക് ദിസ്. ആൻഡ് ഇതാണ് ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അഗെയിൻ എൻഡ് ഡിസ്റ്റൻസ് 30 എന്ന് തന്നിട്ടുണ്ട്. ഗേജ്, ഓക്കെ, ഗേജ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇതാണ് ഗേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ലെയറായിട്ട്, ഒരു സിംഗിൾ ലെയറായിട്ട് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് തുടങ്ങി ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഗേജ് ഡിസ്റ്റൻസ് ഓഫ് ദി കണക്റ്റഡ് ലെഗിൻ്റെ ഗേജ് ഡിസ്റ്റൻസ് 50 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് മാർക്ക് ചെയ്യുക. അഗെയിൻ ഡിസൈൻ സ്ട്രെങ്ത്, ആദ്യം ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഫ്രം ക്ലോസ് 6.2 പേജ് 32. സോ ഗ്രോസ് ഏരിയ FY ഗാമ M0. ഓക്കെ, സോ AG എന്ന് പറയുമ്പോൾ ഗ്രോസ് ഏരിയ ഓഫ് ദി സെക്ഷൻ, ഗ്രോസ് ഏരിയ ഓഫ് ദി ആംഗിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ആംഗിളിൻ്റെ ഗ്രോസ് ഏരിയ നമുക്ക് SP6, അതായത് സ്റ്റീൽ ടേബിളിൽ നിന്ന് SP6 പേജ് 14 ഓക്കെ 90/60/6 mm പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്.
8.65 സെൻറ്റിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 10⁻² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ mm കിട്ടും, mm² കിട്ടും. ഓക്കെ, സോ AG കിട്ടിക്കഴിഞ്ഞാൽ Fy and gamma m0 എന്താണെന്ന് അറിയാം. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ TDG. Again, TDG കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചറിന് പ്ലേറ്റിനും ആംഗിളിനും ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആംഗിൾ സെക്ഷൻ്റെ L സെക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ സെക്ഷൻ്റെ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ആംഗിൾ സെക്ഷൻ്റെ ഇക്വേഷൻ. സോ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ANC, AGO ആൻഡ് ബീറ്റ. ഓക്കെ, ബാക്കി ഈ വാല്യൂസൊക്കെ അറിയുന്ന വാല്യൂസാണ്. അപ്പോൾ ഇതിൽ ANC എന്ന് പറയാൻ നേരത്ത് നെറ്റ് ഏരിയ, N എന്ന് വെച്ചാൽ നെറ്റ് ഏരിയ ആൻഡ് C എന്ന് വെച്ചാൽ കണക്റ്റഡ് ലെഗ്. ഓക്കെ, കണക്റ്റഡ് ലെഗ്. അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ ഈ 90 mm ആണ് കണക്റ്റഡ് ലെഗ് അല്ലേ. അപ്പോൾ ഈ 90 mm നെറ്റ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. സോ ഈ ബോൾട്ടിൻ്റെ ഡയമീറ്റർ മൈനസ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് വേണ്ടത്. ഓക്കെ, സോ നെറ്റ് ഏരിയ എന്ന് പറയാൻ നേരത്തെ എങ്ങനെ വരും? ആൻഡ് ഈ നെറ്റ് ഏരിയ നമ്മൾ എടുക്കുന്നത്, ഓക്കെ, സോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ഡയറക്റ്റ് കോഡിൽ തന്നിട്ടുണ്ട്. 1.4 മൈനസ് 0.076 W/T Fy/Fu BS/LC. അപ്പോൾ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് W/T, W അറിയില്ല, അതുപോലെ തന്നെ BS ആൻഡ് LC. ഓക്കെ, ഈ വാല്യൂസ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. സോ W എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഔട്ട്സ്റ്റാൻഡ് ലെഗ് വിഡ്ത്ത്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡ് ലെഗിൻ്റെ വിഡ്ത്ത് ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡ് ലെഗ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ലെഗിൻ്റെ വിഡ്ത്ത് ആണ് W. ഓക്കെ, സോ വിഡ്ത്ത് എന്ന് വെച്ചാൽ ടോട്ടൽ വിഡ്ത്ത് ആണ് W. സോ ദറ്റ് ഈസ് 60 mm. അഗെയിൻ T തിക്നെസ്. BS എന്ന് വെച്ചാൽ ഷിയർ ലാഗ് വിഡ്ത്ത് ആണ് BS. ആൻഡ് ഈ ഒരു വാല്യൂ നമുക്ക് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദി കോഡ്. അതിന് നമ്മൾ കോഡ് റെഫർ ചെയ്യുക ഷിയർ ലാഗ് വിഡ്ത്ത് കിട്ടാനായിട്ട്. പേജ് 33 ഫിഗർ 6 ഓക്കെ, ബോൾട്ടും 2 ഫിഗേഴ്സ് ഉണ്ട്. സോ ഫിഗർ 6 ബോൾട്ടിൻ്റെതും അതുപോലെ തന്നെ വെൽഡിൻ്റെതും ഓക്കെ 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. സോ അതിൽ ആ ബോൾട്ടിൻ്റെതിൽ ആണ് നമുക്ക്, ഇത് ബോൾട്ടിൻ്റെ കേസ് ആയതുകൊണ്ട് ബോൾട്ട് പോർഷനാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. ഓക്കെ, അതിലിപ്പോൾ ഷിയർ ലാഗ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു ആ ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് W + W1 - T. ഓക്കെ, W എന്ന് വെച്ചാൽ 60. ഓക്കെ, ഈ 60 ആണ് W. W1 എന്ന് വെച്ചാൽ ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന്, ഓക്കെ, ഈ എക്സ്ട്രീം എൻഡിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് W1. സോ ദാറ്റ് ഈസ് 50. അത് 50 എന്ന് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഗേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിങ്ങനെ ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടം വരെയുള്ള ഗേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ആ 50 ആണ് ഇവിടെ എടുക്കേണ്ടത്. 50 അഗെയിൻ ദാറ്റ് മൈനസ് T. T എന്ന് വെച്ചാൽ തിക്നെസ്. സോ ഫ്രം ദെയർ വി ഗെറ്റ് ദി വാല്യൂ ഫോർ BS. ഓക്കെ, അഗെയിൻ അടുത്തത് LC ആണ്. LC എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഫസ്റ്റ് ബോൾട്ട് ആൻഡ് ലാസ്റ്റ് ബോൾട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ബോൾട്ട് ആൻഡ് ലാസ്റ്റ് ബോൾട്ട് നമ്മുടെ ഫിഗറിൽ നോക്കാം. സോ ഫസ്റ്റ് ബോൾട്ട് ആൻഡ് ലാസ്റ്റ് ബോൾട്ട് ദാറ്റ് ഈസ് ആദ്യത്തെ ബോൾട്ട് 50 ആണ്. സോ ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബോൾട്ട് 50 ആണ്. ഓക്കെ, ലാസ്റ്റ് ബോൾട്ട് ഇത്. സോ ഇഫ് യു ആർ ടേക്കിംഗ് ലൈക്ക് ദിസ്, അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയാൻ നേരത്ത് 50 × 4 അല്ലേ, 5 50 ആൻഡ് ലാസ്റ്റ് ഒരു ഫൈനലി ഒരു 50. സോ 5 50s വരുന്നുണ്ട്, 4 50s വരുന്നുണ്ട്. സോ 4 × 50 ആണ് ഈ ഒരു ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ഫസ്റ്റ് ബോൾട്ട് ടു ദി സെൻറ്റർ ഓഫ് ലാസ്റ്റ് ബോൾട്ട്. അതാണ് LC. ഓക്കെ, സോ ആ ഒരു ഡിസ്റ്റൻസ് LCയുടെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ദറ്റ് ഈസ് 200. അഗെയിൻ ഈ ഇക്വേഷനിൽ ബീറ്റയുടെ ഇക്വേഷനിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി വി ഗെറ്റ് ബീറ്റ ആസ് 1.159. ഓക്കെ, അഗെയിൻ ഈ ബീറ്റയുടെ ഇക്വേഷൻ്റെ കൂടെ ഈ ഒരു പോർഷൻ വരുന്നുണ്ട്. സോ വി ഹാവ് ടു ചെക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ Fu gamma m0. അപ്പോൾ ഈ വാല്യൂസും നോൺ വാല്യൂസ് ആണ്. Okay, so that is 1.443. So we get it like this: beta is less than 1.443. Okay, so 1.443,
which is greater than or equal to 0.7. So condition satisfy ആണ് beta, we can take this value. Okay. Again TDN. So TDNൽ എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, we get 212.29 എന്ന് കിട്ടും കിലോ ന്യൂട്ടൺ. ഓക്കെ. അഗെയിൻ നെക്സ്റ്റ് ഇസ് ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു ബ്ലോക്ക് ഷിയർ. അപ്പോൾ ഇതിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. 2 ഇക്വേഷനിൽ മിനിമം ഏതാണെന്ന് നോക്കുക. ഓക്കെ. സോ കോഡിൽ 2 ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ മിനിമം കിട്ടുന്നത് ഏതാണെന്ന് നോക്കുക. സോ ദാറ്റ് വിൽ ബി TDB. സോ ഫസ്റ്റ് നമുക്കറിയാം ഇതിൽ ഷിയർ ആൻഡ് ടെൻഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. സോ ഷിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലി വരും. ഇപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടം വരെ, ഈ ഒരു ബോൾട്ടിൻ്റെ ഈ ഒരു സെൻറ്റർ വരെയാണ് ഷിയർ. ആൻഡ് ടെൻഷൻ എന്ന് പറയുമ്പോൾ മിനിമം ടെൻഷനാണ്. ഓക്കെ. സോ ടെൻഷൻ എന്ന് പറയുമ്പോൾ ടോ മുതൽ, ടോ എന്ന് വെച്ചാൽ ഇതാണ് ടോ. ഓക്കെ. സോ ടോ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ദാറ്റ് ഈസ് tension distance. Okay, that is the minimum gross and net area in tension from the end of the toe hole to the bolt hole to the toe of the ankle. Okay, so അതാണ് നോക്കേണ്ടത്. So ATG എന്ന് പറയാൻ നേരത്ത് that is the tension in gross area of tension ആണ്. ഇപ്പോൾ ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു വിഡ്ത്ത് എത്ര വരും? ഇറ്റ് ഈസ് 40 ഇൻറ്റു തിക്നെസ് 6 ഗ്രോസ്. ഇനി നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഹാഫ് ഡയ മൈനസ് ചെയ്യണം. ഓക്കെ, ഹാഫ് ഡയ, ഇവിടെ ഇപ്പോൾ ഒരു ഹാഫ് ഡയമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഒരു ഹാഫ് ഡയമീറ്റർ വരുന്നുണ്ട്. ആ ഹാഫ് ഡയമീറ്റർ മൈനസ് ചെയ്യുക. ഓക്കെ. അഗെയിൻ ഇതാണ് ഷിയർ. സോ ഈ ഒരു എൻഡിൽ നിന്ന് ഇവിടം വരെയാണ് ഷിയർ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ്, സോ ഷിയർ വരുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? 230. ഓക്കെ, ഈ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം 200 ആൻഡ് ഇതിൻ്റെ കൂടെ 30. സോ 230. ഓക്കെ, 230 ഇൻറ്റു 6. അഗെയിൻ നെറ്റ് ഷിയർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഡയമീറ്റേഴ്സ് വരുന്നുണ്ട്? 1 2 3 4. ഓക്കെ, 4.5. ഒരു 4.5 മൈനസ് ചെയ്യുക. സോ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് AVN. Okay, so AVN is equal to 230 minus 1234.5 into diameter. Okay, ഇതിൻ്റെ കൂടെ again into 6. So that will give you AVN. So AVN ൻ്റെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We finally get the values like this. ഓക്കെ, സോ ഇങ്ങനെ കിട്ടും. സോ TDB1 ആൻഡ് B2 കിട്ടി. ഇതിൽ മിനിമം വാല്യൂ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ TDB2, ഇതാണ് മിനിമം വാല്യൂ. സോ ഈ ഒരു വാല്യൂ ആണ് നമ്മൾ TDBക്ക് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ സിമിലർലി നമ്മൾ നേരത്തെ ഓൾറെഡി TDG ആൻഡ് TDN കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇതിൽ മൂന്നിലും മിനിമം ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഡിസൈൻ സ്ട്രെങ്ത്. സോ വി ഗെറ്റ് ദ ഡിസൈൻ സ്ട്രെങ്ത് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ സിമിലർ ആയിട്ട് തന്നെ, അതായത് ഈ മൂന്നിൻ്റെയും മിനിമം ആണ് എടുക്കേണ്ടത് ഡിസൈൻ സ്ട്രെങ്ത് ആയിട്ട്. ഓക്കെ, സിമിലർ ആയിട്ട് തന്നെ നമുക്ക് സെക്കൻഡ് കേസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് 60 mm ലെഗ് കണക്റ്റഡ് ടു ഗസറ്റ് പ്ലേറ്റ്. ഓക്കെ, അതായത് ഇത് ഗസറ്റ് പ്ലേറ്റ് ആണെങ്കിൽ ഈ 60 mm ലെഗാണ് ഗസറ്റ് പ്ലേറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഗേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഗേജ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ അതനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ഫൈനലി സീ വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസർ.